ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയ നമ്മുടെ സൺഡേ സ്പെഷ്യലാണ്. നമ്മുടെ ഫാമിൽ പാലക്ക് കറക്റ്റ് റെഡി ആയിട്ട് നിൽപ്പുണ്ട്, കുറച്ചുകൂടെ പറിക്കാൻ. അപ്പോൾ ഇന്ന് അതും കൂടെ പറിച്ച് ഒരു പാലക്ക് റൈസ് ഉണ്ടാക്കാം. ഇതിലും ഫ്രഷ് ആയിട്ടുള്ള സാധനം സ്വപ്നങ്ങളിൽ മാത്രം. ഒരു ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്നില്ലാതെ സൺഡേ എങ്ങനെ നമ്മുടെ ലഞ്ച് പൂർത്തിയാകും? അതിനുള്ള സൊല്യൂഷനാണ് ഇത്. നമ്മളിവിടെ ഇങ്ങനെ ചിക്കന് നമ്മുടെ കാന്താരി അരച്ച് പെരട്ടി വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മളിതിനെ എടുത്ത് ഗ്രില്ല് ചെയ്യും. റൈസ് കറക്റ്റ് ഒറ്റ കപ്പാണ് എടുത്തത്. ഇതേ കപ്പ് തന്നെ വേണം നമുക്ക് വെള്ളം മെഷർ ചെയ്യാനും. നല്ലപോലെ കഴുകി ഇനി നമുക്ക് ഇതിനെ ഇവിടെ വെള്ളത്തിൽ കുതിരാനിടാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഏറ്റവും നല്ല ഇലകൾ നോക്കി നമുക്കിന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഇന്ന് ഇവിടെ നറുത്തെടുത്താൽ മതി. അപ്പോൾ ചുവട് അവിടെ നിർത്തിയിട്ട് മുകളിൽ നിന്ന് ഇല മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഹൈറ്റ് കൂടി നിൽക്കുന്ന വലിയ ഇലകളുണ്ട്, അവരെ 1-2 പേരെ കൂടി എടുത്താൽ നമുക്ക് ഇന്നത്തേക്കുള്ള സാധനമായി. സോ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പാലക്ക് നല്ല രീതിയിൽ കഴുകിയെടുത്തു. കുറച്ച് പാലക്ക് ഒന്നിച്ചിങ്ങനെ എടുത്തിട്ട് ഒന്ന് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നു, ചെറിയ ചെറിയ പീസസ് ആക്കുന്നു. ഫ്രഷ് പാലക്കായുണ്ട്. ഇത് മുറിക്കുമ്പോൾ തന്നെ ആ പച്ചപ്പിൻ്റെ മണമില്ലേ, ആ മണം. ഇത്രയും പാലക്കാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ അരി നല്ലപോലെ കുതിർന്നു. ഇനി നമുക്ക് ഇവനെ ഒരു വാലിയിൽ ഒഴിച്ച് വാലാൻ വെക്കാം. പാൻ എടുത്തു, അടുപ്പിൽ വെച്ചു, തീ കത്തിക്കുന്നു. വെള്ളമൊക്കെ വറ്റട്ടെ. മീൻ ടൈം നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അവിടെ പാൻ ചൂടാകുന്നു. ആ സമയം കൊണ്ട് നമ്മളുടെ മെഷർമെൻറ്റ് കപ്പ് ഇതായിരുന്നല്ലോ, 1 കപ്പ് റൈസിലല്ലേ നമ്മൾ എടുത്തത്. അപ്പം 2 കപ്പ് വെള്ളം, ദാറ്റ് ഈസ് 1 ഈക്വലൻ്റ് ആയിട്ട് 2 ഈക്വലൻ്റ് ആയിട്ട് 4, അത്രയും വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം 2 കപ്പ് വെള്ളം എടുത്ത് നമുക്കിതിനകത്ത് തിളയ്ക്കാൻ വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി. അതിലേക്ക് ഒരു 2 സ്പൂണ് എണ്ണ, 2 സ്പൂൺ ഒഴിച്ചാൽ മതിയേ, കൂടുതൽ വേണ്ട. 1 2 ഇച്ചിരി നെയ്യും കൂടി ഇടും. 1 2. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. ആദ്യമേ ഇടേണ്ടത് പെരുംജീരകം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പെരുംജീരകം ഇടുക. അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഫ്ലെയിം ഏറ്റവും ലോ ലെവലിലേക്ക് മാറ്റുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതുകൂടെ കൊടുക്കുക. ഇതിനെ നല്ല രീതിയിൽ വഴറ്റുക. ഇതിൻ്റെ കൂടെ 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് കറുവാപ്പട്ട, ഇതും മറക്കണ്ട. നമ്മുടെ വെള്ളം നല്ല രീതിയിൽ വെട്ടിത്തിളച്ചു. അരി ഇങ്ങനെ വാർന്നിരിക്കുന്നു. നമ്മൾ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്യാൻ പോവാം. ഇതിനെല്ലാം നമ്മൾ ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. നല്ല സ്മെല്ലാട്ടോ. നല്ലപോലെ ഒന്ന് വഴന്ന് ഫ്രൈഡായിട്ട് വരണം, അല്ലെങ്കിലേ ഇത് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ വേറൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൈസ് ഏതാണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞു. ഇതേ ഒന്നിനോടൊന്നും തൊടുന്നില്ല. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് ചേർക്കാം. പാലക്ക് അതേപടി ചേർത്ത് കൊടുക്കുന്നു. ഈ പാലക്ക് റൈസ് കഴിക്കുമ്പം ഇതിന് ടേസ്റ്റ് കൂടുതലാണ്, കാരണം നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തതാണല്ലോ. ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. അതായത് ഈ പാലക്കിൻ്റെ എല്ലാ പച്ച ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറി ഈ നെയ്ക്കകത്ത് കിടന്ന് വഴന്ന് ഇങ്ങനെ ആക്കണം. പിന്നെ
ഇതിനകത്ത് മുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, അല്ല എങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ദേ പാലക്കും വഴന്നു, റൈസും ഫ്രൈഡായി. നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതൊഴിക്കുക. നല്ല തിളച്ച വെള്ളമാണ്, അത് നേരെ ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് റൈസായിരുന്നു, അതുകൊണ്ട് 2 കപ്പ് വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കുഴഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന സൂത്രമാണ് ഇത്. നമ്മുടെ നാരങ്ങ, ഒരു അര നാരങ്ങ നമ്മൾ പിഴിഞ്ഞങ്ങ് ഇതിനകത്തോട്ട് ഒഴിക്കണം. അര മതി. ഇതിൻ്റെ പോലെ ഇതൊന്ന് വേകട്ടെ. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മളിതിനെ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി ഏറ്റവും ഫ്ലെയിം കുറച്ച് അവിടെ വേകാനായിട്ടിട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മളുടെ ഒരു കണ്ണിവിടെ വേണം. ഇതൊന്ന് തുറന്ന് നോക്കാം, എത്രത്തോളമായി വേവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വെന്തു ഒരു 1/4 വേവ്, പക്ഷേ ഇനിയും വെള്ളം ഒഴിച്ചു. അപ്പോൾ നമുക്ക് നമ്മളുടെ എരിവിനുള്ള സാധനം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളിന്ന് കൊടുക്കുന്നത് കുരുമുളക് പൊടി. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം 1/4 വേവായിരിക്കുകയാണ്. ഇനി ഈ ചൂട് മാത്രം മതി ഇത് വേകാനായിട്ട്. അടച്ചു വയ്ക്കുക, തീ ഓഫ് ചെയ്യുക. അവിടെ ഇരുന്ന് അത് വെന്ത് കറക്റ്റായിട്ട് കിട്ടും. സോ നമ്മുടെ പാലക് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. അവിടെ ഇരുന്ന് അവൻ വേകട്ടെ. മീൻ ടൈം നമുക്ക് നമ്മുടെ സാലഡ് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ റൈസ് അവിടെ റെഡിയാകുന്നു. എല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സാലഡ് കൂടെ റെഡിയാക്കിയേക്കാം. നമ്മുടെ ഫാമിൽ നിന്ന് പറിച്ച നല്ല സാലഡ് കുക്കുമ്പർ, നമ്മുടെ ഫാമിലെ ടൊമാറ്റോ, ഇതെല്ലാം പച്ചയ്ക്ക് കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ടൊമാറ്റോ ഒന്നും ഞങ്ങൾ കറിയുടെ കൂടെ ചേർക്കില്ല, എല്ലാം പച്ചയ്ക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു റൈത്ത കൂടെ ആക്കിയാൽ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് സൂപ്പറാകും. അപ്പം ഇതുകൂടെ നമുക്ക് നല്ല കരിക്കരിപ്പോടെ നല്ല പിഞ്ച് സാലഡ് കുക്കുമ്പറാണ്. നമ്മുടെ സ്വന്തം ഫാമിൽ നിന്ന് പറിച്ചതാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു പ്രൗഡ് മൊമെൻറ്റ്സാണ് എനിക്ക്. അങ്ങനെ നമ്മുടെ കുക്കുമ്പർ ടൊമാറ്റോ സാലഡ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പാലക് റൈസിന് ഇതിൽ കൂടെ ഒരു കോമ്പിനേഷൻ എന്താ വേണ്ടേ? റൈസ് അവിടെ റെഡിയായി, സാലഡ് റെഡിയായി, പക്ഷേ എന്തോ ഒന്ന് മിസ് ചെയ്യുന്നില്ലേ? ഒരു ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്നില്ലാതെ സൺഡേ എങ്ങനെ നമ്മുടെ ലഞ്ച് പൂർത്തിയാകും? അതിനുള്ള സൊല്യൂഷനാണ് ഇത്. നമ്മളിവിടെ ഇങ്ങനെ ചിക്കന് നമ്മുടെ കാന്താരി അരച്ച് പെരട്ടി വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മളിതിനെ എടുത്ത് ഗ്രില്ല് ചെയ്യും. നമ്മളിവിടെ ഗ്രില്ലിംഗ് ആണ് യൂഷ്വലി ചെയ്യാറുള്ളത്. കാരണം പ്രായത്തെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. ഇത്രയും പ്രായമായി, ഇനി നമ്മൾ കണ്ടും കേട്ടും വേണം ആഹാരങ്ങളൊക്കെ കഴിക്കാൻ. കുറച്ച് നാൾ കൂടെ ഹെൽത്തി ആയിട്ടിരിക്കണ്ടേ? അപ്പം നമ്മൾ ഈ ചിക്കൻ കൂടെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നമ്മുടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്തു. അപ്പം ഞാൻ യൂഷ്വലി എന്ത് സാധനം വെക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു ടിൻ ഫോയിൽ അങ്ങ് ഇടും. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ മസാലയൊന്നും താഴോട്ട് പോവുകയില്ല. അപ്പം നമ്മുടെ വെസലിൻ്റെ അകവശമൊന്നും അധികം ചീത്തയാകുകയില്ല, ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ദേ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതിന് വെക്കാനുള്ള ടെഫ്ലോൺ ഷീറ്റ്സൊക്കെ അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ചിക്കൻ പീസസിനെ എടുത്ത് ഇതിലേക്ക് വെക്കുക, 1 by 1 ആയിട്ട്. ഇത് പ്രീ ഹീറ്റ് ചെയ്താണ്, അതുകൊണ്ട് വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം. അവിടെ ഇവിടെയും തട്ടിയാൽ കൈ പൊള്ളിയിരിക്കും. ഇനി നമ്മൾ കയറ്റി വയ്ക്കുന്നു. 10 മിനിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടെ തിരിച്ചിടുന്നു.
അങ്ങനെ 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ചിക്കൻ ഫ്രയറിൽ റെഡിയായി വരും. നമ്മുടെ റൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. സൂപ്പർ. ഒന്നിനോടൊന്ന് ഒട്ടാതെ കിടക്കുന്ന അരിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഗ്രില്ലും റെഡിയായി കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. യെസ്, സോ ഇറ്റ്സ് കറക്റ്റ് പരുവായിട്ടിരിക്കുകയാണ്. അതിനകത്തുണ്ടായിരുന്ന എല്ലാ ജ്യൂസും ഇതേ താഴെ കിടക്കുന്നു. നമ്മളൊരു തുള്ളി എണ്ണ പോലും ഇതിനകത്ത് ഒഴിച്ചിട്ടുമില്ല. നമ്മുടെ റൈസ് റെഡി. ഇനി ഒരു ചെറിയ ഡെക്കറേറ്റീവ് പരീക്ഷണമാണ്. സക്സസ് ആകുമോയെന്നറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റൈസ് എടുക്കുന്നു, പാത്രം ഇങ്ങനെ മൂടുന്നു. സി, ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഇനി കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഹോപ്പ്ഫുള്ളി ശരിയായിരിക്കണം. ലെറ്റ്സ് ട്രൈ. വാവ്. ഇനി നമ്മുടെ റൈത്ത. സോ നെക്സ്റ്റ് കംസ് അവർ ഗ്രിൽഡ് ചിക്കൻ. ഒരു പീസ്, അപ്പോൾ 2 പീസ്. ഇനിയുണ്ട് നമ്മുടെ സാധനങ്ങൾ. ലവ്ലോലിക്ക അച്ചാർ. നമ്മുടെ സ്വന്തം ലവ്ലോലിയിൽ നിന്ന് നമ്മളെടുത്ത് വിട്ട് വെച്ചിരിക്കുന്ന അച്ചാറാണ്. അതുകൂടെ ഒരെണ്ണം അങ്ങെടുക്കാം. യെസ്, ഇതാണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ.